നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മിണ്ടാതെ നിന്നിട്ട് ഒരു കാര്യമില്ല. കല്യാണം കഴിയാത്ത പെണ്ണാ നിർമ്മല നീ. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ഉത്തരവാദി ആരാണെന്ന് നീ പറഞ്ഞേ പറ്റൂ. എന്തായാലും പാറുവിനോട് തുറന്നു പറയൂ നിർമ്മല, നിങ്ങൾ സുഹൃത്തുക്കളല്ലേ? ഈ വിവരം പുറത്തിറങ്ങിയ പിന്നെ എന്ത് നാണക്കേടാ. നിന്റെ അച്ഛനും അമ്മയും പിന്നെ ജീവിച്ചിരിക്കോ? ഇങ്ങനെ ഒരു അബദ്ധം നിർമ്മല കാണിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഞങ്ങൾ എത്ര നേരമായിട്ട് മാറി മാറി ചോദിക്കുന്നു, ആരാ ഇതിന് കാരണക്കാരൻ? ഇനിയെങ്കിലും ഒന്ന് പറയുന്നേ, അവന്റെ വീട്ടിൽ കൊണ്ടൊന്ന് വിടാൻ ഞാൻ. എനിക്ക് സോമരാജൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. സാറ് പുറത്തു പോയിരിക്കുകയാണല്ലോ, എന്താ കാര്യം? എനിക്ക് അത്യാവശ്യമായിട്ട് സാറിനൊന്ന് കാണണമായിരുന്നു. സാറെപ്പോ വരും? എപ്പോ വരുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും റിസപ്ഷനിലൊന്ന് ചോദിച്ചു നോക്കൂ. അകത്തേക്ക് ചെന്നാ മതി. ആന്റി, ആന്റിയുടെ പേരെന്താ? നിർമ്മല. എന്തിനാ ആന്റി വന്നത്? അത് ഞാൻ... ആഹാ, ഇവിടെ തന്നെ ചോദ്യം ചെയ്യല് തുടങ്ങിയോ? നിങ്ങൾ പോയി കളിച്ചോ കുട്ടികളെ. ചെല്ല, കേറി ചെല്ലുന്നിടത്ത് തന്നെയാ റിസപ്ഷൻ. ആരാ? മാഡം ഇരിക്കൂ. ആരെ കാണാനാ വന്നത്? എനിക്ക് സോമരാജൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. സാറ് പുറത്തു പോയിരിക്കുകയാണല്ലോ, എപ്പോ വരുമെന്ന് പറയാൻ പറ്റില്ല. പോയിട്ട് നാളെ വന്നാ മതി. സാറ് നാളെ ഇവിടെ കാണും. അയ്യോ, ഞാൻ കുറെ ദൂരേന്ന് വന്നതാ. ഇവിടെയെങ്ങും തങ്ങാനുള്ള സൗകര്യമില്ല. ആരും പരിചയമില്ല ഇവിടെയെങ്ങും. അതിപ്പോ ഞാനെന്ത് ചെയ്യാനാ? സാർ ഇവിടെ ഇല്ലല്ലോ. ഞാൻ വേണമെങ്കിൽ കാത്തിരിക്കാം. സാറെപ്പോ വരുമെന്നൊന്ന് വിളിച്ചു ചോദിച്ചിരുന്നെങ്കിൽ. 30 വർഷം മുമ്പേ ഞാനിവിടെ കുറെ നാള് താമസിച്ചിരുന്നതാ. നിർമ്മല എന്ന പേര് പറഞ്ഞാ മതി. സോമരാജൻ സാറിന് ഓർമ്മയുണ്ടാവും. പക്ഷെ സാറിപ്പോ മീറ്റിംഗിലായിരിക്കും, വിളിച്ചാലും എടുക്കില്ല. സാറിനെ കാണാതെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ടാ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തന്നേ പറ്റൂ. വേറെ വഴിയൊന്നുമില്ല. മീറ്റിംഗ് കഴിഞ്ഞാൽ സാറ് ചിലപ്പോൾ വരുമായിരിക്കും. അതെപ്പോഴാണെന്നും പറയാൻ പറ്റില്ല. 1 മണിക്കൂർ കഴിഞ്ഞ് സാറിനെ ഒന്ന് വിളിച്ചു നോക്കാം. അതുവരെ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യ. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം.
സർ, ഇതെന്റെ ഫ്രണ്ടാ, നിർമ്മല എന്നാ പേര്. ഇവളെ ഏതോ ഒരാളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു, പക്ഷെ ചതിവ് പറ്റിപ്പോയി. നിർമ്മലയുടെ അമ്മയും അച്ഛനൊക്കെ അങ്ങ് നാട്ടിലാ. ഇവൾക്ക് പറ്റി ഈ അബദ്ധം അറിഞ്ഞാൽ അവര് പോയി ആത്മഹത്യ ചെയ്യേയുള്ളൂ. അതുകൊണ്ടാ ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. കുറച്ചു നാളത്തേക്ക് സാറ് നിർമ്മലയൊന്ന് ഇവിടെ നിർത്തണം. അയ്യോ, അത് നടക്കുന്ന കാര്യമല്ല. ഇത് അനാഥരായ കുട്ടികളുടെ പാർപ്പിടമാണ്. അങ്ങനെ പറയരുത് സർ. വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പോലും നിർമ്മല പറയുന്നില്ല. ആത്മഹത്യ ചെയ്യുന്നുള്ള വാശിയിലവൾ. അങ്ങനെ അങ്ങ് മരണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ സർ? പ്ലീസ്. സാറ് കൂടി കൈവിട്ട ഞങ്ങൾക്ക് വേറെ വഴിയില്ല. സാറിനറിയാലോ, വിവാഹം പോലും കഴിയാത്തൊരു പെണ്ണാണ് നിർമ്മല. കൈവിടരുത്. ഡെലിവറി കഴിയുന്നതുവരെ ഇവിടെ നിൽക്കാനുള്ള അനുവാദം കൊടുത്താൽ മാത്രം മതി. ഈ അനാഥാലയത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. സാറിന്റെ സഹോദരിയായിരുന്നു ഇതെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? മരണത്തിലേക്ക് അവളെ വിട്ടുകളയുമായിരുന്നു. സാറ് ഞങ്ങളെ കൈവിടരുത്. സഹായിച്ചേ പറ്റൂ. ഗോപിനാഥിനെ എനിക്ക് വർഷങ്ങളായി അറിയാം. അതുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് സർ. പക്ഷേ നിർമ്മല എന്നൊരു പെണ്ണ് ഇവിടെ ഉണ്ടെന്ന് പോലും ആരും അറിയരുത്. ഇല്ല, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. എന്റെ കുഞ്ഞിപ്പോ എവിടെയായിരിക്കും? അവൻ എങ്ങനെയായിരിക്കും ഇപ്പൊ കാണാൻ? സർ, ആ പുതിയ കെട്ടിടത്തിന്റെ കോൺട്രാക്ടർ ഒരു ഫയൽ കൊണ്ട് തന്നിരുന്നോ? ഇല്ല സർ, അങ്ങനെ ആരും വന്നിട്ടില്ല. ആകെ സാറിനെ അന്വേഷിച്ചു വന്നത് ദേ ഇവരാ. നിർമ്മലയല്ലേ? അതെ സർ. നിർമ്മലയ്ക്ക് സുഖമാണോ? എന്തു പറ്റി? എന്താ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ? സർ, എനിക്ക് നിർമ്മല വരൂ. എന്താ നിർമ്മലേ? സർ, എന്റെ മോൻ എവിടെയാണ് സർ? അവനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. മോനെ കാണാനോ? എന്താ നിർമ്മല തമാശ പറയാണോ? നിർമ്മലയ്ക്ക് മകൻ ജനിച്ച് 30 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അവന് ജന്മം നൽകി ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയതാ നിർമ്മല. ഇപ്പൊ വന്ന് മകനെ കാണണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നടക്കാനാ നിർമ്മലേ? ആഗ്രഹമില്ലെന്നിട്ടല്ല സർ. ഇത്രയും കാലം വരാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല. പിടിച്ചു നിന്നതാണ് ഞാൻ. പക്ഷേ ഇപ്പൊ പറ്റുന്നില്ല. കണ്ടേ പറ്റൂ എനിക്കവനെ. നോക്ക് നിർമ്മലേ, സംഭവം നടന്നിട്ടിപ്പോ 1, 2 അല്ല 30 വർഷങ്ങളാ കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ കിട്ടുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ ഇവിടെ വളർത്തി വലുതാക്കുകയല്ലോ. ദത്തെടുക്കാനുള്ള ആവശ്യവുമായി നല്ല ആൾക്കാർ വന്നാൽ അവർക്ക് കൊടുക്കും. നിർമ്മലയുടെ മകനെയും അങ്ങനെ ഒരാൾ ദത്തെടുത്തോണ്ട് പോയി. ഇനി അവനെ കാണുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ദത്തുകൊണ്ട് പോയെന്ന് പറയുമ്പോ ആരാ സർ അവനെ ദത്തെടുത്തത്? അവരെവിടെയാണ് താമസിക്കുന്നത്? നോക്ക് നിർമ്മലേ, ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ലെന്നാ നിയമം. കുഞ്ഞിന്റെ അമ്മ ആരാണെന്ന് ദത്തെടുത്തവരോടോ ദത്തെടുത്തവരാരാണെന്ന് കുഞ്ഞിന്റെ അമ്മയോടോ പറയാൻ പാടില്ല. അത് തെറ്റിച്ച് ഞാനൊന്നും ചെയ്യില്ല. ഈ ആഗ്രഹവുമായി നിർമ്മല ഇങ്ങോട്ട് വരാനേ പാടില്ലായിരുന്നു. നിർമ്മല പോകാൻ നോക്ക്. ആ സർ, സർ പോവില്ലേ സർ. എനിക്കങ്ങനെ ഒരു കുഞ്ഞു പിറന്നുവെന്ന് പുറത്ത് പറയാൻ പറ്റാത്ത കാലത്താ ഞാൻ അവനെ ഇവിടെ വിട്ടിട്ട് പോയത്. പക്ഷേ ഇന്ന് എനിക്കെന്നോ എന്റേതെന്നോ പറയാൻ ആരുമില്ല സർ.